ഗൈസ് ഇന്നലെ നമ്മളിത് ഈ കാണുന്ന തോട്ടിൽ മീൻ പിടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നമ്മൾ 2-4 ആൾക്കാരുണ്ട്. നമുക്ക് ഇന്ന് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. ഞാൻ കുറച്ച് നേരം വൈകിട്ട് വന്നത്, ഞാൻ വന്നിട്ട് മുന്നേ അവർ വലയൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്ന് വല്ലതും കിട്ടുമോ നോക്കി നോക്കാം. ദാ അവർക്ക് നല്ല അടിപൊളി മുണ്ടത്തി തൂളി ഇതൊക്കെ ഒരുപാട് കിട്ടുന്നുണ്ട്. കണ്ടില്ലേ, കണ്ട പിന്നെ അതെ ഒമ്പോ നല്ലൊരു ബ്രാലിനെ ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല കിട്ടില്ലൊരു വരാലേ. അച്ഛനിതേ ഒരു മുണ്ടത്തീനെ എടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതേ മറ്റു ചേട്ടൻ ഒരു മുണ്ടത്തീനും കൈ പിടിച്ചിരിക്കുന്നുണ്ട്. ഇത് അടുത്ത ആൾക്ക് മീൻ കിട്ടിയിട്ടുണ്ട്. ഞാനും കൂടി കൊണ്ട് ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുക. പക്ഷെ അപ്പോൾ വീഡിയോ എടുക്കാൻ ഒരാളുമില്ല. ഞാൻ സ്റ്റാൻഡും എടുത്തില്ല. ഇതെന്താ കീശല അടണേ, കീശയിൽ നിറച്ചൊക്കെ ഉണ്ട് മീനിനെ. ഇതേ കണ്ടില്ലേ, നല്ല എന്താ തൂളിയാണ്. ചേട്ടൻ്റെ അടുത്ത് അവിടെ വലിയ മീനുകളുണ്ട്. ചേട്ടൻ്റെ അടുത്ത് അവിടെ വലിയ മീനുകളുണ്ട്, തൂളി തന്നെയാണ്. അപ്പോൾ നമുക്കങ്ങനെ ഒരു വാളാനെ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ നല്ലൊരു വാള, അത്ര വലുതല്ലേലും ഒരിടത്തരം. ഗൈസ് നമ്മൾ വന്നിട്ട് മുന്നേ ഇവർ ഇവിടെ മീനെ പിടിച്ചിട്ടുണ്ട്. ദൈവ വലയിൽ കണ്ടില്ലേ, ആകുമ്പോൾ ഇതൊക്കെ പേർക്ക് ഇപ്പോൾ കിട്ടിയാൽ തോന്നിട്ടാ. സമൃദ്ധി ഇതേ ഇത്രയ്ക്കധികം മീനുണ്ടായിരുന്നു ഇവിടെ. കണ്ടില്ലേ, തൂളി മുണ്ടത്തി, ഇതാണ് ഈ 2 മീനാണ് ഇതിലുള്ളത്. പിന്നെ ഇതൊരു ചെറിയ വാളക്കുട്ടി, പിന്നെ എന്താ കരിമീനുണ്ട്. സംഭവം ഇതിനൊക്കെ ഞാൻ കൊട്ടലും കൊണ്ടിട്ടെ. അപ്പോൾ നമുക്കിത് ഇപ്പുറത്തെ വലന്ന് നല്ലൊരു കരിമീൻ കിട്ടിയിട്ടുണ്ട്. കിട്ടിയാ മറ്റേതായാലും കുത്തിണ്ടാ. ഇതാ വരുന്നു ഗൈസ്. ഈ കാണുന്ന ഭാഗത്ത് ഒരു ഇടത്തരം മീൻ, അത്ര വലുതല്ലാത്ത നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മളെ വലയിൽ പെട്ടിട്ടില്ല. അപ്പം ഞാൻ കൂടി ഒന്ന് സഹായിക്കാൻ പോകുന്നു വലയിടാനായിട്ട്. എന്നിട്ട് നമുക്ക് കിട്ടാൻ കാണിച്ചു തരാം. കാരണം നമുക്കിത് നല്ല കിഡിലൻ ഒരു കിഡിലൻ മൊയ്പ്പാമിന് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം നീളം കേട്ടാ. 1 കിലോ അടുക്കുണ്ടാവും. കണ്ടാ കിട്ടില്ല ഒരു സാധനം മീനെ കാണാൻ. അപ്പം കണ്ടില്ലേ ഗൈസ്, നമ്മളപ്പോൾ അതിനെ ഇതാക്കിയിട്ട് നമ്മളിട്ടിട്ടുണ്ട് നമ്മുടെ വലയിൽ. ഗൈസ് നമ്മളിത് അവിടുത്തെ ഏറെക്കുറെ അവസാനിപ്പിച്ചത് ഇങ്ങോട്ട് കടന്നു. ഇവിടേക്ക് കണ്ടില്ലേ, ഇതിൽ വലിയൊരു വാളയുണ്ട്. ഒരെണ്ണത്തിന് നമുക്ക് കിട്ടി, പക്ഷെ ഒരെണ്ണത്തിൽ കിടന്ന് ഇങ്ങനെ നടക്കുന്നുണ്ട്. കിട്ടിയാ നമുക്കിത് ഇവിടുന്ന് ഇത്ര പോലെ മീൻ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, അതിൽ വലിയ കരിമീൻ, തൂളി, മുണ്ടത്തി, പിന്നെ ചെമ്പല്ലിയൊക്കെ ഉണ്ട്. ആ കിടക്കുന്ന വലയിൽ ചെമ്പല്ലി ഉണ്ട്. നമുക്കിതേ കണ്ടില്ലേ, തൂളി മുണ്ടത്തി കിടന്ന് ചാട്ടം കണ്ട. അയ്യോ ഇനിയിപ്പോൾ അങ്ങോട്ട് പോകും. കണ്ടില്ലേ, ഇതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളത് ഇതിനെ പതുക്കെ കൊണ്ടിട്ട് ഇത് ഇറങ്ങി പോണു. അടുത്ത മുണ്ടത്തി. കിണ്ടിൽ സാധനം കണ്ട, നല്ല അടിപൊളി മുണ്ടത്തി. അവിടെ ഇതിനെ മുണ്ടത്തി കുറുവാപ്പരൽ എന്നൊക്കെ പറയും. ഞങ്ങളുടെ മുണ്ടത്തി എന്ന് പറയും, ചിലടത്ത് കുറുവാന്ന് പറയും അല്ലേ തിരിച്ചേട്ടാ. അതാ ചേക്കൂരിയുടെ കൊമ്പ്. ഇവിടെ ഏട്ടക്കുരി ഉണ്ട്, അതിലൊരു മീൻ കുത്തി കിടക്കുന്നുണ്ട്. നമുക്ക് ഞാൻ അവിടെ ഇറങ്ങി പോയിട്ട് കാണിച്ചു തരാം. കണ്ട അതിൻ്റെ വാല് കിടന്ന് ഇങ്ങനെ പറയുന്ന കണ്ട കണ്ടില്ലേ, തൂളി എന്തുട്ടാ. അതടുത്തത് മുണ്ടത്തി വീണ്ടും മുണ്ടത്തി. അയ്യോ ഇതേ കിടന്ന് ചേർന്നടാ. വിടറാ എന്നുണ്ട കിടന്ന് ചേർന്നത്. കേട്ടില്ലേ, കരിമീൻ. ഓക്കെ, അതാ ചാടി കരിമീൻ. അയ്യോ കരിമീനാണ്. അതിൻ്റെ ഉള്ളിൽ അവിടെ കല്ലുണ്ട്, നിറച്ച് കല്ല. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട മീനിന്റെ അച്ചെടുക്കാണ്. വാള അപ്പുറത്തേക്ക് കടന്നു കൊണ്ടിട്ടാ. അത് തൂളി. ഇത് കുറെ നേരമായി അവിടെ. അത് കരിമീൻ ചെറുതാ, ചെറിയ തൂളി കുട്ടികളും കരിമീനൊക്കെയാണ്. എന്താ കിടന്ന ചാട്ടം ചാടിയാവൻ. അവന്റെ ചാട്ടം കണ്ടില്ലേ, പോടാ അവിടെ പോട്ടെ. അതെന്താ കരിമീനാ. ഇങ്ങനെ വല വന്നിച്ചാൽ ബാക്കിയുള്ള മീനൊക്കെ പുറത്തേക്ക് പോകും. മാമ വരുന്ന അടുത്തത് മുണ്ടത്തി. കാണിച്ചു തരാ.
അതാ ചാടി 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 പോണു. അയ്യോ കിട്ടിയില്ല. എന്താ ഇവൻ നല്ല സൈസ് മുണ്ടത്തി തന്നെയാണ്, കണ്ടില്ലേ? വാവ്, കീണ്ടല് മുണ്ടത്തി. ഇതടുത്തത് അങ്ങോട്ട് അതാ പോയി ചാടി, ഊരി ചാടി. അവിടെ കുറേ മീൻ കുത്തിണ്ടായിരുന്നു, ആ ചാടി. അവ എന്തായാലും വിടും. ആ ചാടുന്നു കണ്ട. അതൊക്കെ അതിൽ കുത്തണ സൈസ് തന്നെയാണ്, പക്ഷെ അതിന് വേണ്ട, എടുക്കണ്ട. ആ വളരെ നോക്ക്, കാരണം അതിനുള്ളതില് കാനായിട്ട് നമ്മുടെ വിനോദം വലിയൊരു മീൻ പിടിച്ചിട്ടുണ്ട്, കണ്ടില്ലേ? വിരലിൽ നിന്നുള്ള മീൻ. എന്തായാലും പിടിച്ചാലേ നമുക്ക് എടുക്കാം. ഇതിനുള്ളിൽ കൂടെ ചോർന്ന് പോകാൻ മതി. ഇതിനുള്ളിൽ കൂടെ പോകുന്നു തോന്നുന്നുണ്ട്. വെള്ളത്തിന് പൊട്ടിച്ചിടാ പോണം, നോക്കട്ടെ. കുത്തിയുണ്ടല്ലോ, എന്താ കരിമീൻ. ആ വരട്ടെ 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 വരട്ടെ. ഇത് ഒരു അത്ര ചെറുതല്ലാത്തൊരു കരിമീൻ. വലുതൊന്നും പറയാൻ പറ്റില്ല, ചെറുതൊന്നും പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു കരിമീൻ. അപ്പം അവന് നമുക്ക് നമ്മുടെ വലയിലിടാം. അവിടെ പോട്ടെ, അല്ലെങ്കിൽ അവിടെ ഇളക്കണതിന് മുന്നേ ഈ വലട്ട് തപ്പിയാലും മതിട്ടാ. ആ വാള അങ്ങോട്ട് കയറിക്കണമെങ്കിലോ. വാള ഇതിൻ്റെ ഉള്ളിലായിരുന്നു, അത് അങ്ങോട്ട് കടന്നു പോകുന്നുണ്ട്. ഈ അടിവല കൂട്ടി പണഞ്ഞതൊക്കെ പരമാവധി താഴ്ത്തിരും. ആ ഇതിലെന്തോ കരസൈലിൽ കയറി എടുക്കൂട്ടാ. മെയിൻ കരസൈലിൽ എന്നിട്ട് കയറി എടുക്കും വാളയൊക്കെ. അങ്ങനെ ഓരം പറ്റി എടുക്കും. നമുക്കിത് വീണ്ടും ഒരു തൂളി, കണ്ടില്ലേ? തൂളി അതാ അതിലൊരു മീൻ വന്ന് കുത്തിയിട്ടുണ്ട്. നമുക്ക് അതിൽ പോയിട്ട് നോക്കി നോക്കാം. അപ്പോൾ അത് അവിടെ കിടന്നിട്ട് ഇങ്ങനെ പടക്കുന്നുണ്ട്. ഇത് ഓടാനും പറ്റുന്നില്ല, ഇവിടെ നിറച്ച് കണ്ടില്ലേ ഇമാതിരി സാധനങ്ങളാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഒരു മീൻ അപ്പുറത്തേക്ക് കടന്ന് ഇവിടെ ഇതിൽ കുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കിടന്നിട്ട് ഇങ്ങനെ പടച്ചായിരുന്നു. നോക്കി നോക്കാം. ആ തൂളിയാണ് ഇതേ കിടക്കുന്നുണ്ടാ, അവൻ തന്നെ. ഓക്കെ, അവിടെ കിടന്നോട്ടെ, അവനെ കുടുങ്ങിൻ്റെ അവിടെ. അതെന്താ മാമ, കരിമീനാ? അതെ. അപ്പോൾ നമുക്കിതൊരു കിൻഡിൽ കരിമീൻ കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? കയ്യിലുണ്ട്. അപ്പോൾ ആ വാളനെ വേഗം പിടിച്ചോട്ടാ, അത് കഴിഞ്ഞപ്പോഴത്തേണ്ട അവസാനിപ്പിക്കുക. ആ മീൻ അതിൽ കടിച്ചില്ല എന്നുള്ളതാണ്. ഒരെണ്ണം കടിച്ചോളൂ. ആ ഇങ്ങോട്ടോ. അതാ വന്നു, കണ്ടില്ലേ? അതാ കിടന്ന് പടച്ചിലണ്ട. എന്താ പടച്ചില്ല ജാതി. അയ്യോ ഒതുങ്ങി കിടക്കട അവിടെ. ആ ഇതാക്കണ്ട, കിണ്ടില്ല സാധനം. ഇതേ ഇവിടെ നിന്ന് കണ്ടില്ലേ? ഒരുവൻ ഇതേ ഇപ്പോൾ രണ്ടാമത് എടുത്ത് തുറന്നിട്ട് കിട്ടുന്നുണ്ട്. ഒരുവൻ ഇതേ ഇവിടെ കിടന്ന് ഇങ്ങനെ ജീവന് വേണ്ടി പറയണം. നമുക്കങ്ങനെ വെള്ളത്തേക്ക് ഇടാം. അയ്യോ അവൻ ഒരു ഇതായി, കണ്ടില്ലേ? അതിപ്പോൾ പോന്ന കുത്തിയാണ്. ഇതാ ഒരുവൻ ഇത് മുന്നേറ്റേ തോന്നുന്നുണ്ട്, കണ്ടില്ലേ? അപ്പോൾ അവനെ നമ്മൾ നമ്മുടെ വലയിലാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ? നമുക്ക് ഇങ്ങോട്ടേക്ക് പോവാം. ഇവന്മാർ ഇതേ ചെമ്പല്ലി, ഒരു ചെമ്പല്ലി ഉണ്ട്, പിന്നെന്താ തൂളി. ആ തൂളി പുറത്താകുന്നുണ്ട് കേട്ടോ. തൂളി അപ്പുറത്താണ്, അത് ഇപ്പുറത്തൂടെ കയറ്റാണ്, ഇപ്പുറത്തൂടെ കയറ്റി പിടിക്കും. എന്നിട്ട് അതിൻ്റെ മെല്ലെ അതിൻ്റെ അത് വേറെടുത്ത്, കണ്ടില്ലേ? ഒരു തൂളി നമുക്ക് കിട്ടിയിട്ടുണ്ട്. തൂളിനെ കിട്ടിയാ എടുക്കട്ടാ. ചേട്ടേ വാള അത്ര ചെറുതല്ല, നല്ല വലുതാ. ഒരെണക്കം കാണാൻ അതിൻ്റെ ഉള്ളിലുണ്ട്. ആ തൂളി എവിടെ? ആ കണ്ടു പറഞ്ഞേ, വലയിലിടണ ഒരാളും കേക്കില്ല. ആ പോട്ടെ. അങ്ങനെ നമുക്കൊരു ചെമ്പല്ലി അതാ വരുന്നു. ചെമ്പല്ലി ആറ്റു ചെമ്പല്ലി ഗൈസ്. നമുക്ക് കണ്ടില്ലേ ഒരു ചെറിയ ചെമ്പല്ലിനെ കിട്ടിയിട്ടുണ്ട്. വലുതൊന്നല്ല, ഇതൊക്കെ അരിപ്പോലക്കാരി അടിച്ചു പോയതാണ് ഈ സ്ഥലങ്ങളൊക്കെ. അപ്പോൾ വലിയ മീനുകളൊക്കെ അവർ കൊണ്ടുപോയിണ്ടാവും. എന്നാലും നമുക്ക് അവരെ കയ്യിൽ കിട്ടാത്ത സാധനങ്ങൾ ഇതിലുണ്ടാവും ഗൈസ്. അപ്പോൾ ഇതിലൊരു വാളയുണ്ട്, വലിയ വാള. അപ്പം അതിനെ നമുക്ക് എന്തായാലും പിടിക്കണം. ഞാൻ അവിടെ വീഡിയോ എടുത്തു ഞാൻ നമുക്ക് കിട്ടില്ല. അപ്പോൾ ഞാൻ തൽക്കാലം വീഡിയോ ഓഫാക്കാണ്. അത് കിട്ടി കഴിഞ്ഞാൽ കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ അവസാനം നമ്മളവനെ ആ വാളനെ നമ്മൾ ഈ മൂലക്ക് നിന്നിട്ട് പൂട്ടി പിടിച്ചു, കണ്ടില്ലേ? ദാ എന്താ കിட்ட പടച്ചില്ലേ ആദ്യം. അതന്നെ ആണോ നേരത്തെ കിട്ടി എത്രയുണ്ട് ഇല്ലേ?
അപ്പോൾ അവനെ നമ്മൾ പൂട്ടിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ആ കാണുന്ന ചെറിയൊരു ഭാഗത്തേക്ക് പോവാണ്. നമുക്ക് ഇനി ഇതിനെ വേഗം വരയിടാം, എന്നിട്ട് പോവാം ഗൈസ്. അപ്പോൾ നമ്മുടെ ഫിഷിങ് നമ്മളിവിടെ അവസാനിപ്പിച്ചു. നമ്മൾ ഇതിന് തൊട്ടപ്പുറത്ത് ചെറിയൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെയാണ് അവരൊക്കെ ഇറങ്ങിയത്. ഉണ്ട്, അപ്പോൾ അവർക്കും കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിത് ആ കാണുന്ന സ്ഥലത്ത് ഇറങ്ങി, ഞങ്ങൾ 2-3 പേര്, ഞങ്ങൾക്കും കുറച്ചധികം മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാതും മേക്കരയ്ക്ക് കയറ്റിയിട്ട് കാണിച്ചു തരാം. ഇവിടുന്ന് കാണിക്കാനായിട്ട് യാതൊരു ഭാഗവുമില്ല. കണ്ടില്ലേ ഇതിൽ ഇട്ടിരിക്കുന്നത് കരിമീൻ, വലിയ തൂളി കരിമീൻ, നല്ല സൈസ് കരിമീനോടാ. അപ്പൊ നമുക്ക് കുറെ അധികം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഒരു സ്ഥലത്ത് പിടിച്ച മീനാണ് ഈ കാണുന്നത്. അപ്പൊ നമുക്ക് കിട്ടിയ മീനുകൾ കുറച്ചപ്പുറത്ത് നമ്മൾ ബോക്സിലും വലയിലൊക്കെ കിട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതും കൂടി ഒന്ന് കാണാം. അങ്ങനെ നമ്മൾ യാത്രയായി. സമയം ഒരുപാട് വൈകി. സമയം ഇപ്പോൾ ഒരു 4 മണിയായി. നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതേ അതാക്കണ്ട അറ്റത്തേക്ക് എത്തണം. നമ്മൾ അവസാനം മീൻ പിടിച്ച അവിടെയാണ്. നമ്മൾ അങ്ങോട്ട് എത്തണം. അവിടെ മീനൊക്കെ കഴുകുന്നുണ്ട് മാമ ഇരുന്നിട്ട്. നമ്മുടെ യാത്ര ഇതേ കണ്ടില്ലേ, മുട്ടിന് മേലെ ഇറക്കിയപ്പോൾ വെള്ളത്തൂടെയൊക്കെയാണ് ചില സമയത്ത് യാത്ര. നമുക്ക് അങ്ങോട്ട് എത്തണം. നമ്മുടെ മീനൊക്കെ അവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്. അപ്പം ഇപ്പോൾ കണ്ടില്ലേ, ഇത്രയും മീനുകളാണ് നമുക്ക് ഇന്ന് പിടിച്ചിട്ട് കിട്ടിയത്. കണ്ടോ ഇതേ കുറേ ഇതിലുണ്ട്. ബോക്സിലേക്ക് നമ്മളിങ്ങനെ കഴുകിയെടുത്തിടുകയാണ്. അവിടെ നോട്ട മീനാ അതായിരിക്കണം. അവിടെ അതിൽ ജീവുള്ളതാണ്. അത് അധികം എടുത്തിട്ട് അഭ്യാസം കാണിക്കണ്ട. കണ്ടില്ലേ മുണ്ടത്തിപ്പള്ളിനൊക്കെ സൈസ് നോക്കിയേ. ഇവിടെ കയ്യിൻ്റെ വീതി തോന്നുന്നു. ദേ ഒരെണ്ണം കണ്ടില്ലേ, നമ്മുടെ കൈപ്പത്തി വീതി ഉണ്ട് ചിലത്. കരിമീൻ എവിടെ അടുത്തത് മീനുകൊണ്ട് അറട്ടായി നമുക്ക് അല്ലേ. നാളെ ഞായറാഴ്ചയാണ് കേട്ടോ, അതുകൂടെ ആലോചിച്ചോളൂ. അപ്പോൾ നമുക്ക് ഏറെക്കുറെ ഒരു ബോക്സ് നിറച്ച് മീൻ കിട്ടിയിട്ടുണ്ട്. ഏറെക്കുറെ ഒരു ബോക്സ് നിറച്ച് മീൻ കിട്ടിയെന്ന് പറയാറ് ഗൈസ്. അപ്പോൾ നമുക്ക് ഇത്ര മീനുകളാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയത്. കണ്ടില്ലേ ഒരുപാടുണ്ട്. വരുമ്പോ ചെറിയ വലയിലിടാം. ചെറിയ വല എവിടെയാ? നമ്മുടെ മൊയ്പ്പാമ്പ്, പിന്നെ 2-4 ബ്രാല് കിട്ടിയായിരുന്നു നമുക്ക്. അവിടെ അവസാനം ഇതിലായിരുന്നു. ഇനി എന്തുട്ടാ എല്ലാതും അതിലുണ്ട്. ഒരു 4-5 ഉണ്ട്. ഇതാടുന്നു പിന്നെയുണ്ട് ജീവുള്ളത് ഇനി ഉണ്ടാവും. ഏത് അതൊക്കെ ഞാൻ ഇതിലിട്ടു. അതൊക്കെ ഇതിലിട്ടു. അതൊക്കെ ഞങ്ങൾ ഇട്ടു. ആ ചെറിയ വലയിലിട്ടാ മതി. ചെറിയ വലയിലിടാ. വാ